വെരി ഗുഡ് മോർണിംഗ് ഗൈസ്. കുറേ പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് സങ്കടമൊന്നും ആയില്ല, ടു ബി ഫ്രാങ്ക് കേട്ടോ. എന്നെ അടുത്തറിയാവുന്നവർക്ക് അറിയാം, ഈവൻ സോഷ്യൽ മീഡിയയിലുള്ള പലർക്കും അറിയാം, ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് വന്നൊരു കമൻ്റാണ് ഇത് അർജുന്, അതിപ്പോൾ ബിഗ് ബോസ് കണ്ടു വന്നിട്ട് പുറകെയാകുന്നതാണ്. അഖിലിൻ്റെ വീഡിയോൻ്റെ വാലായിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പം ഇതിലെനിക്ക് അഖിലിനോടും പരാതിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ പിക്ചറൈസ് ചെയ്യാൻ അഖിലിവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അഖിൽ പറഞ്ഞ ഒരു സംസാരത്തിന് എതിരെയോ സപ്പോർട്ട് ചെയ്തിട്ടോ വോയിസ് റേസ് ചെയ്ത ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് വന്ന കമൻറ്റാണ് ഈ കമൻറ്റ്. ഓക്കെ, ഇവൻ്റെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ മഹാമനസ്കൻ്റെ പാരൻസിനെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. കാരണം അതുണ്ടോയെന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ തന്നെ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. അഥവാ അവർ എങ്ങനെ ഉണ്ടായതാണോ എന്തോ ഏതോ എനിക്കൊന്നും അറിയത്തില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒരു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടായ മകൻ അല്ലെങ്കിൽ മകൾ ഇങ്ങനെ തലതെറിച്ച് നാട്ടുകാരുടെ വാലിരിക്കണത് ചോദിച്ചു വാങ്ങുന്ന ടൈപ്പാണെങ്കിൽ പാവ അവരെ നമ്മൾ ഇതിനകത്തേക്ക് എടുത്തിട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അറിയാത്ത കാര്യത്തെപ്പറ്റി ഞാൻ സംസാരിക്കാത്തതുകൊണ്ട് തന്നെ പാരൻസിനെ ഒഴിവാക്കുകയാണ്. ഇപ്പോൾ ഇവനിട്ട് ഈ കമൻറ്റ് ഇതിൻ്റെ അറ്റം വരെ പോകാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഒന്ന്, കേരള പോലീസ്, നിങ്ങൾ എന്ത് തേങ്ങ നോക്കാനാണ് ഇവിടെ ഇരിക്കുന്നത്? സൈബർ സെൽ എന്ന് പറയുന്ന സംഭവമോ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ വീഴ്ചയാണ് ഇമ്മാതിരി ഉള്ള ആളുകളെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളുടെ കമൻസിൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടാൻ കൊടുക്കുന്ന പ്രചോദനം. നിങ്ങളുടെ ഒരു എഫേർട്ട്ലെസ് അല്ലെങ്കിൽ നല്ലൊരു പവർ ഉണ്ടായിട്ട് നിങ്ങളത് യൂസ് ചെയ്യാതെ അയച്ചു വിടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തർ വന്ന് സംസാരിക്കുന്നത്. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്താണോ സംസാരിക്കുന്നത് അത് തന്നെയാണ് റിയൽ ലൈഫിൽ ഞാനും. ഇങ്ങനെ ഇപ്പോൾ ലൈക്ക് ചാനൽസിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇവനാണെങ്കിൽ പോലും നേരിട്ട് വന്ന് സംസാരിച്ചാൽ ഒരുപാട് ഘടകങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത്. നേരിട്ട് വന്ന് സംസാരിച്ചാൽ അവൻ്റെ ചെവി മൂളും, മനസ്സിലായോ? ചെവിയിൽ നിന്ന് ബ്ലഡ് വരുന്ന രീതിയിൽ കവാല നോക്കി പൊട്ടിക്കാനും എനിക്കറിയാം. അവൻ്റെ സാധനം വെട്ടി പട്ടിക്ക് ഇട്ടിട്ട് പട്ടി തിന്നുന്നത് അവനെ കൊണ്ട് കാണിപ്പിച്ചു കൊടുക്കാനുള്ള പവർ എനിക്കുണ്ട്. നിങ്ങൾക്ക് ഒരു വിചാരമുണ്ടോ? സോറി, ഞാൻ ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്നില്ല. ചില ആളുകളുടെ വിചാരമാണ് സ്ത്രീകൾക്ക് സെക്സ് ഇല്ലാതെ പറ്റില്ല, നിങ്ങൾക്ക് സ്ത്രീകളെ സെക്സിലൂടെ കീഴ്പ്പെടുത്താൻ പറ്റും. ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾ, ഭർത്താവ് ഗൾഫിലായിട്ടുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ ആഴ്ചയിൽ മാത്രം വരുന്ന ഭർത്താവുള്ള സ്ത്രീകൾ, ഇവർക്കൊക്കെ ഇതൊന്നും ഇല്ലാതെ പറ്റില്ല. അല്ലെങ്കിൽ സ്ത്രീയെ ഒരു ടോയ് ആയിട്ട് കാണുന്ന ചില തന്തയില്ലാത്ത താലി ഓല മക്കൾ അല്ലെങ്കിൽ ആണുങ്ങൾ ഈ ഭൂലോകത്തുണ്ട്, ഈ സൊസൈറ്റിയിലുണ്ട്. ഓക്കെ, കൺസെൻറ്റോടു കൂടി ഈ ഒരു ഇതിൽ പോകുന്ന സ്ത്രീകളെയും അല്ലെങ്കിൽ അവരെ പറ്റിയിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫ്, പേഴ്സണൽ കാര്യങ്ങളാണ്, അത് നമുക്ക് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഒരു ശബ്ദം ഉയർത്തുമ്പോൾ ഇമാതിരി കമൻ്റ് ഇടുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. എത്രയോ സ്ത്രീകളുണ്ടെന്നറിയാമോ, ഭർത്താവ് മരിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഡിവോഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ ഈ സെക്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാതെ അവരുടേതായ രീതിയിൽ ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും കാണിച്ചു പോകുന്ന സ്ത്രീകൾ എത്ര പേരുണ്ടെന്ന് അറിയാമോ? നീയൊക്കെ എന്തും ഇയാടാ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഈ പ്രതീക്ഷയും നിന്നെ തപ്പിയെടുക്കാൻ ഒരു പാടുമില്ല. അതിൻ്റെ വീട്ടിൽ നിൻ്റെ നടുമുറ്റത്ത് വന്ന് ഇരുന്നിട്ട് പാരൻസ് ഉണ്ടോ ഇല്ലയെന്ന് വീണ്ടും എനിക്കറിയില്ല, സംസാരിക്കാൻ അറിയാൻ പാടില്ലെന്ന് വിചാരിച്ചിട്ടാണോ? ഇതുകൊണ്ട് തന്നെയാണ് മാരാര് ആ സ്ത്രീകളുടെ പേര് പറയാത്തത്. കാരണം അവരുടെ ടാലൻറ്റിന് വേണ്ടിയിട്ട് പോയി ചോദിച്ചപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു മറുപടി കിട്ടി. ആ ഒരു സ്ത്രീ വന്ന് ലൈവിൽ സംസാരിച്ചാൽ അല്ലെങ്കിൽ മാരാര് പേര് പറഞ്ഞാൽ അവിടെ പോയി ഇമ്മാതിരി അറാമ്പറപ്പ് കമൻ്റ് ഇടാൻ എത്ര മൊണ്ണന്മാരുണ്ടാവുമെന്ന് കൗണ്ട്ലെസ് ആയിരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ഞാൻ എടുത്തിട്ട് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വന്നൊരു കമൻ്റാണിത്. ഇതേപോലെ എത്ര കമൻറ്റുകൾ എത്ര സ്ത്രീകൾ നേരിട്ട് കേട്ടിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് പറയാനുള്ള ധൈര്യം ഈ സൊസൈറ്റിയിൽ ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? ഞാനിത് ഈ കമൻറ്റ് പോട്ടെ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കമൻറ്റ് എടുത്തിട്ട് സംസാരിച്ച മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും, ഇനി ഇതേപോലത്തെ കമൻറ്റ് വന്നാലോ എന്നൊക്കെ പേടിക്കാനായിട്ട് ഒറ്റ ലൈഫുള്ളൂ. ഇവൻ്റെ ഈ കമൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ രോമത്തിൽ പോലും തൊടത്തില്ല, മനസ്സിലായോ? പക്ഷെ എന്തുകൊണ്ട് ഞാൻ സംസാരിക്കണമെന്ന് ചോദിച്ചാൽ ഇതാണ് ഇവിടുത്തെ മൊണ്ണ സൊസൈറ്റി. ഒരു കാര്യത്തിനെതിരെ ഒരു സ്ത്രീ സംസാരിച്ചപ്പോൾ വന്ന കമൻ്റാണിത്. അത് ഇവൻ്റെ ഒരു പ്രൊഫൈല് പോലും ഇല്ല. തപ്പിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല. അത് തപ്പിയെടുക്കാം. പക്ഷേ കേരള പോലീസ് ഭയങ്കര ഓഞ്ഞതായതുകൊണ്ടാണ് ഈ വിഷയം വരുന്നത്. സൈബർ സെല്ലും ഭയങ്കര ലോ ആണ്. ഇനിയിപ്പോൾ എന്താണ്, ഇതിപ്പോൾ പ്രൊഫൈല് തപ്പിപ്പിടിച്ച് അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ 2 പൊട്ടിച്ചെന്ന് വെച്ചോ, അപ്പോൾ വരും കേസും കൊണ്ട്. എന്തിനാണ് ഞങ്ങളിവിടെ ഇല്ല, നിങ്ങൾ എന്തിനാണ് തല്ലിയെന്ന് വെച്ചിട്ട്. ഇവനൊക്കെ ഈ കമൻറ്റ് ഇടാനുള്ള ധൈര്യം കാണിക്കുന്ന ഇവരൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ്. എന്തോരം സ്ത്രീകളും പുരുഷന്മാരെല്ലാം എന്തോരം ഇവിടെ ഇതേപോലത്തെ സെക്സ്വൽ ഹറാസ്മെൻറ്റും കാര്യങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. മാരാര് പറഞ്ഞപ്പോൾ
ആരാന്ന് പറയാ, പേരറിഞ്ഞിട്ട് എന്തിനാ നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഫ്ലെക്സ് ബോർഡ് ഇട്ട് അടിച്ചു വെക്കാനോ? ഇമാതിരി ആൾക്കാർക്കെതിരെ റിയാക്ട് ചെയ്യാൻ പറ്റാത്ത സൊസൈറ്റി എന്തിനാണ് പേരും ഊരും നാളും ജന്മദിനവും ജനന സമയവും കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ നിൽക്കുന്നത്? ഇവൻ്റെ പ്രൊഫൈൽ ആർക്കെങ്കിലും പൊക്കിത്തരാൻ പറ്റുമോ? ഞാൻ ഓപ്പൺ ചലഞ്ച് ചെയ്യാം. നിങ്ങൾ പറയുന്നുണ്ടല്ലോ പേര് പറയൂ, ഞങ്ങൾ കൂടെ നിൽക്കാം, സപ്പോർട്ട് ചെയ്യാം. ഇവൻ്റെ പ്രൊഫൈൽ എത്ര ആൾക്കാർക്ക് പൊക്കിത്തരാൻ പറ്റും? ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കമൻറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ കമൻറ്റ് സൊസൈറ്റിയിൽ നടക്കുന്ന സംഭവങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ താഴെ വരുന്ന കമൻറ്റിനെ ബേസ് ചെയ്ത് അറിയാൻ പറ്റും സൊസൈറ്റിയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. മനസ്സിലായോ? ഇന്നലെ ഒരു പെൺകുട്ടി വന്ന് സംസാരിച്ചു. ഒരുപാട് ആൾക്കാർ യെസ് ഗെറ്റ്സ് തന്നെയാണ് വന്ന് സംസാരിക്കുക. കാരണം ഇപ്പം അതുപോലത്തെ സൊസൈറ്റിയാണ്. നമുക്ക് വന്നിട്ട് ഒരു കാര്യവും പറയാൻ പറ്റില്ല. ഞാൻ റേപ്പ് വിക്റ്റിമാണ്, എനിക്കൊരു പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോൾ അവളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ റേപ്പാക്കി മാറ്റി, അതല്ലെങ്കിൽ അവളുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതേ വന്ന് പതിവ്രത ചമയുന്നു. അങ്ങനെ പറയാൻ എത്ര ആൾക്കാരുണ്ടാവും? സപ്പോർട്ട് ചെയ്യാൻ വിരലുണ്ടാവുന്ന ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, ഇമാതിരി അണകോണ ത്രികോണ കമൻറ്റും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അടിച്ച് കവാലക്കുറ്റി പൊട്ടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല മച്ചാന്മാരെ. അത് ഫേക്ക് അക്കൗണ്ടാണെങ്കിലും മയിലാണെങ്കിലും ഞാൻ പറഞ്ഞേക്കാം, നിർത്തിക്കോ. ഇമാതിരി കുറേ കമൻസായി ഞാൻ കാണുന്നത്. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. നിനക്കൊക്കെ പെണ്ണുങ്ങളെ വിലയിടാൻ അറിഞ്ഞുള്ളൂ. വൃത്തിക്കുള്ള പെണ്ണുങ്ങളെ കയറി ചൂട് നീ അറിഞ്ഞിട്ടില്ല. മനസ്സിലായോ? എല്ലാവരും കൂടിയിട്ടാണ് പറയണത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ പല സ്ത്രീകളും അണ്ണാക്കിൽ പിരിവെട്ടി മാതിരി മിണ്ടാണ്ടിരിക്കണം. ഇതേപോലത്തെ കുറേ കീടങ്ങൾ ഇവിടെ കിടന്നിങ്ങനെ വിലസണമുണ്ടാകും. മോണ്ണന്മാർ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ എടുത്ത് കളയാൻ നോക്കുക. അല്ലാതെ സൊസൈറ്റിയിൽ ഒരു പ്രശ്നം വരുമ്പോൾ അയാളെ പറ്റി കുറേ കുറ്റം പറഞ്ഞ് അയാളെ കുരിശി കയറ്റി അയാൾ വായില്ലാത്ത വർത്താനം പറയുന്നത്, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് ഇവന്മാരത്തെ കീടങ്ങൾ എടുത്ത് എറിയാൻ വരുന്ന സ്ത്രീകളോട് ഇങ്ങനെ സംസാരിക്കാൻ വരികയല്ല വേണ്ടത്. എനിക്ക് വോയിസിലെടുത്തോളം കാലം ഞാൻ റിയാക്ട് ചെയ്യും. സോഷ്യൽ മീഡിയയിൽ ഇനിയിപ്പോൾ ഞാൻ കേൾക്കാനൊന്നുമില്ല. എനിക്കത് വിഷയവുമല്ല. നമ്മൾ 7-8 കൊല്ലമായി സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് നിൻ്റെയൊക്കെ ഈ വർത്താനം ഒരു വിഷയമല്ല. പക്ഷേ ഇതിവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷനാണ് ഞാനിവിടെ കാണിച്ചത്. ഇതേപോലത്തെ കുറേ സാധനങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് പല സ്ത്രീകളും പേടിച്ച് മിണ്ടാതിരിക്കുന്നത്. അത് ഓർത്തോ നിങ്ങൾ?